വചനമൊഴി ഒക്ടോബർ 30. വചനഭാഗം വെളിപാട് 2:1-7, മത്തായിയുടെ സുവിശേഷം 6:22-24. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. ആകയാൽ നിന്റെ കണ്ണ് അന്യോന്യമെങ്കിൽ ശരീരം പ്രകാശപൂർണമായിരിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം അന്ധകാരത്തിലായിരിക്കും. അതിനാൽ നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നു, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് എന്ന്. കണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദർശനങ്ങളാണ്. നമ്മുടെ ദർശനം പ്രത്യാശ നൽകുന്നതായിരിക്കണം. പ്രത്യാശയോടുകൂടി ലോകത്തെ കാണുവാൻ, പ്രത്യാശയോടുകൂടി ജീവിതത്തെ കാണുവാൻ, പ്രത്യാശയോടുകൂടി അനുദിന ജീവിതത്തെ കാണുവാൻ, പ്രത്യാശയോടുകൂടി ചുറ്റുമുള്ള സംഭവങ്ങളെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുവാൻ സാധിക്കുന്ന തമ്പുരാന്റെ ദർശനങ്ങളോട് ചേർന്ന് നമ്മുടെ ജീവിത ദർശനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുക. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണെങ്കിൽ നമ്മിൽ നന്മ നിറയും, പോസിറ്റീവ് ചിന്താഗതി നിറയും, പ്രത്യാശയുള്ളവരായി മാറും. നേരെ മറിച്ച് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നിരാശയായിരിക്കും നിറയുന്നത്. പ്രത്യാശയോടെ നമുക്ക് ലോകത്തെ കാണുവാൻ സാധിക്കുകയില്ല. നമ്മിൽ നിരാശയായിരിക്കും നിറയുന്നത്, തിന്മയിലേക്ക് നയിക്കുന്നതായിരിക്കും ആ ദർശനം. ഇന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്, നല്ലത് കാണുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പങ്കുവെക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വാക്കിലൂടെയാണെങ്കിലും പ്രവൃത്തിയിലൂടെയാണെങ്കിലും ദർശനങ്ങളിലൂടെയാണെങ്കിലും നന്മ ഉള്ളവരായി മാറുവാൻ, അങ്ങനെ പ്രത്യാശയുടെ അടയാളങ്ങളും പ്രത്യാശയുള്ളവരുമായി മാറുവാൻ, അങ്ങനെ പ്രത്യാശയുള്ളവരും പ്രത്യാശയുടെ അടയാളങ്ങളുമായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.